380 കൊടുക്കാം നമുക്ക് ലാസ്റ്റ്. 3,80,000 എത്ര മോഡൽ? 12 വണ്ടിന്റെ വില കേട്ടോ. 12 വണ്ടിന്റെ വിലക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. ലോണ് മാക്സിമം കിട്ടേണ്ടതാണ്. ഒരു 2.25-3 റുപ്യൊക്കെ കിട്ടേണ്ടതാണ്. മാക്സിമം ലോണ് കയറും. കിട്ടും. നല്ല പ്രൊഫൈലാണ്. ഫുൾ ലോൺ കയറും. ഏകദേശം ഫുൾ ലോൺ അല്ലേ? അതെ. സീറ്റ് ഓവർ അടിക്കാണ്ട് നമ്മൾ അടിച്ചു കൊടുക്കാം. വണ്ടി കണ്ടീഷൻ നമ്മൾ ചെറിയ ടച്ചപ്പ് ചെയ്ത് നേരെ കയറ്റാം. വേറെ പൈസ കൂടുതൽ കയറ്റിട്ടുള്ള പരിപാടി ഇല്ല. 3.35. 15,000 കുറച്ചാണ്ട് 13 മോഡൽ 3,35,000. ലോൺ അങ്ങനെ ഫുള്ളം കയറപ്പോ നമ്മളങ്ങനെ വീണ്ടും അൻവർഖാന്റെ അടുത്ത് തന്നെ വീണ്ടും എത്തിയിട്ടുണ്ട്. അത്താണിക്കുള്ള റിവന്റെ യൂസർ കാറിൽ കേട്ടോ കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയിക്കണം. ലിവകളൊക്കെ ഫുൾ ഓണില്, ഫോർച്യൂണർ 2 ഓട്ടോമാറ്റിക്കാണ് കിടക്കുന്നത്. ഇതൊക്കെ ഫുൾ ഓണിൽ കിട്ടും. പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ അതേമാതിരി തന്നെ ഇന്നോവകളുണ്ട്. ഇന്നോവ ഏകദേശം ഒരു 6 ലക്ഷം 5 ലക്ഷം ലെവലൊക്കെ ഇന്നോവ ഉണ്ട്. അതൊക്കെ മാക്സിമം ഫുൾ ഓണിൽ കിട്ടും. സെയിലുകൾ ചെറിയ പൈസക്ക് 7 സീറ്റ് വണ്ടികൾ, അതേമാതിരി പെട്രോളിന്റെ അൾട്ടീസ് ഉണ്ട്. എല്ലാ മോഡൽ വണ്ടികളും ചെറു വണ്ടികൾ കേട്ടോ. നമ്മളെ കൂടെ ഉള്ളത് അൻവർക്കാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം അൻവർക്ക? ഉഷാറല്ലേ? കഴിഞ്ഞ എങ്കോരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങളെ 12-13 ലിവ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ആകെ 4 വണ്ടികളുള്ളൂ. ബാക്കൊക്കെ പോയി, സെയിലായി. എല്ലാം പോയി. നമ്മളെ ലിവകളൊക്കെ പോയി. ലിവകളൊക്കെ സെയിലായി. പിന്നെ അൾട്ടീസുകളുണ്ട്, ഇന്നോവകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്നോവകൾ കുറെ സ്റ്റോക്ക് ഒന്നുമല്ലോ. ഇതൊക്കെ നമ്മളെ ഗ്യാരണ്ടിയുള്ള വണ്ടിയാണല്ലേ? ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിട്ട് നമ്മൾ ഈ വണ്ടി കൊണ്ടിട്ട് കൊടുക്കും. ഇപ്പൊ തിരുവനന്തപുരം വിളിക്കുകയാണെങ്കിൽ അവിടെ ഓല മിറ്റത്ത് കൊണ്ടിട്ട് കൊടുക്കും. ഫുൾ ഗ്യാരണ്ടി. ഇത്രയും കണ്ടീഷൻ വണ്ടി ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ? ഓക്കെ. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ അത്താണിക്കലാണ്. വെള്ളാമ്പുറം അത്താണിക്കലാണ് പ്രോപ്പർ ലൊക്കേഷൻ. വെള്ളാമ്പുരത്തിന്റെ ഇടയിലല്ലേ? ഇനി വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ 2 നമ്പർ ഉണ്ട്. അപ്പൊ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വിട്ടുതരും. വാട്സാപ്പിൽ ഒരു ഹായ് വിട്ടാൽ മതി. കാറ്റലോഗ് കിട്ടും. ഫോണിൽ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ ഒരു ഹായ് വിട്ടാൽ കാറ്റലോഗ് കിട്ടും. 2 നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതിൽ ഹായ് വിട്ട് കഴിഞ്ഞാല് കാറ്റലോഗ് ഇവിടെ എല്ലാ വണ്ടികളെ ഡീറ്റെയിൽസ് വരും. ഫുൾ ഓൺ വണ്ടികൾ കണ്ടമാനുണ്ട്. ഏകദേശം ഫോർച്യൂണർ ഫുൾ ഓൺ, ഇന്നോവ ഫുൾ ഓൺ, അതേമാതിരി ചെറുവണ്ടികൾ ഫുൾ ഓണില്, ലിവകൾ ഫുൾ ഓൺ, എല്ലാ മോഡൽ വണ്ടികൾ. ഇനിയിപ്പോ അതല്ല ക്രിസ്റ്റകൾ വേണം, അങ്ങനത്തെ കുറെ വണ്ടികൾ ഇറങ്ങാണ്ട് പണിയിലാണ് അല്ലെ? ഇന്നോവ ക്രിസ്റ്റകൾ കുറെ ഇറങ്ങാണ്ട്. പിന്നെ ഇനിയിപ്പോ ചില തട്ടുമുട്ടുള്ളത് ഫുൾ ഓണിൽ വണ്ടികൾ വേറെ വേണം, ഫോർച്യൂണർ വേണം, അങ്ങനത്തെ കുറെ വണ്ടികൾ വേറെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഗ്യാരണ്ടി വണ്ടികൾ വേറെ ഉള്ളത്. അതേമാതിരി ഫുൾ ഓണിൽ ഏകദേശം ഒരു 2-3 ലക്ഷം നിങ്ങൾക്ക് തരുന്ന അൾട്ടീസുകൾ വേറെ ഉണ്ട്. നമുക്ക് വീഡിയോയിൽ കണ്ടാലോ? അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നമ്മളെ ചാനൽ കാണുന്ന മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാം ചെറിയ വിലക്കാണ് വണ്ടികൾ കൊടുക്കണ്ടല്ലേ? ഫസ്റ്റത്തെ വണ്ടിയല്ല ജാസ്മ തുടങ്ങലേ? എങ്ങനെ ഡീറ്റെയിൽ 2015 മോഡല്. 18 15 മോഡലാണ് അല്ലേ? വി ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഡീസലാണ്. ഫുൾ ഓപ്ഷൻ ആണ്. നമ്പറായ റീരജിസ്റ്റേർഡ് വണ്ടിയാണ്. വണ്ടിയിലെ 4.5 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് ഉണ്ട്. ഏകദേശം ഒരു 4 ലക്ഷം 4.25 ലക്ഷം ഒക്കെ ലോണും കിട്ടും. മാക്സിമം ലോണും കിട്ടും. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.10 ഓടിയുണ്ട്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് 3rd ഇതിലല്ലേ? വേറെ റീപ്ലേസുകൾ ഉണ്ടോ? മെയിൻ ക്ലാസ് ഉണ്ട്. വേറെ മേജർ ആയിട്ടില്ല. സീറ്റ് കവർ ഒന്ന് അടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് അടിച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്ത് കൊടുക്കാം. എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും? വേറെ കുറ്റിയപ്പോഴും അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. പറഞ്ഞു കൊടുക്കാം അല്ലേ? ഇതിപ്പോ ഡീസൽ ആകുമ്പോ എത്ര മൈലേജ് കിട്ടും? 10-20 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. എന്തായാലും ഹോണ്ട ജാസിന് മൈലേജ് കിട്ടും ചെയ്യാലോ അല്ലേ? എത്ര ചോദിക്കണ്ടായിട്ട്? ഇത് 460. 460 440 വരെ ലോണും കയറും. 4 റുപ്യ എന്തായാലും കയറും. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ 4.5 വരെയൊക്കെ കയറും. ഫുൾ ഓൺ തന്നെ കയറുമല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി I10 അല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള വണ്ടി. മേഘന. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.15 കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി ഓടിക്കുന്നുണ്ട്. കമ്പനി സ്ഥിരമുള്ള? അതെ. റീപ്ലേസ് എന്തുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല. മെയിൻ ക്ലാസ് പോകണ്ട അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. പറഞ്ഞു കൊടുക്കാം. ഇത് മാനുവൽ ആണല്ലേ? മാനുവൽ 16-17 രജിസ്ട്രേഷൻ. 16 രജിസ്ട്രേഷൻ വണ്ടിയാ? ഓക്കെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് അറിയാൻ കഴിയുമല്ലോ അല്ലേ? ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്താണല്ലോ അല്ലേ? ഓക്കെ. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടെന്നാല്? ഇതിന് 3.50 3,50,000. ലോണ് കാര്യങ്ങളൊക്കെ? ലോണ് മാക്സിമം കിട്ടേണ്ടതാണ്. ഒരു 2.25-3 റുപ്യൊക്കെ കിട്ടേണ്ടതാണ്. മാക്സിമം ലോണ് കിട്ടും. നല്ല പ്രൊഫൈലാണ്. ഫുൾ ലോൺ കയറും. ഏകദേശം ഫുൾ ലോൺ അല്ലേ? അതെ. ഓക്കെ. അതേമാതിരി ലിവ. ഇനി പറഞ്ഞാണ് ലിവന്റെ ചാകര. നമ്മളാ പഴയ ലിവ ചാകര ഏകദേശമൊക്കെ പോയി. ഞാൻ 4-5 വണ്ടികളുള്ളൂ. ആകെ ഉള്ളല്ലേ? എളുപ്പം വിളിച്ചോളി, വേഗം വിളിക്കാം. അപ്പൊ ഇതെങ്ങനെ? ഇത് 13 മോഡല്. 2013 മോഡൽ. ഓപ്ഷൻ ഏതാ? സിംഗിൾ ഓണർ ആണ്. GD. അവിടെ HR രജിസ്ട്രേഷൻ ആണ്. HR രജിസ്ട്രേഷനിലാണ്. NOC അവിടെയൊക്കെ കേരളത്തിൽ എവിടെ വേണേ NOC എടുത്തു കൊടുക്കാം. നമ്പർ ആക്കി കൊടുക്കാം. ഓ. കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കിലോമീറ്റർ ജെനുവിൻ ആയിക്കോളുന്നില്ല. അതിൽ 1 സംതിങ് ആ കാണിക്കണേ. മീറ്റർ കാണില്ലേ? ഒരു സീറ്റ് ഓവർ അടിക്കാണ്ട് നമ്മൾ അടിച്ചു കൊടുക്കാം. വണ്ടി കണ്ടീഷൻ നമ്മൾ ചെറിയ ടച്ചപ്പ് ചെയ്ത് നേരെ കയറ്റാം. വേറെ
പൈസ കൂടുതൽ കയറ്റിട്ടുള്ള പരിപാടി ഇല്ല. ഇല്ലല്ലേ? നമ്മള് ചെറിയ പൈസക്ക് ഡീലർ ടു ഡീലർ കച്ചവടക്കാരാണ് നമ്മുടെ അധികം വണ്ടി കൊണ്ടുപോകല്ലേ? അപ്പൊ ആ ലെവലിലുള്ള പണിയെടുക്കുക. കച്ചവടക്കാർക്ക് മാത്രമുള്ള പണികൾ നമ്മൾ മെയിനായിട്ട് എടുക്കാറുള്ളൂ അല്ലേ? അപ്പൊ സാധാരണക്കാർക്ക് ചെറിയ പൈസക്ക് വണ്ടി കൊണ്ടുപോകാം അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടെന്നാല്? ഇതില് കേരള നമ്പർ ആക്കിയിട്ട് 3,50,000. കേരള നമ്പർ ആക്കിട്ടോ? 3.5 ലക്ഷം. 3.5 ലക്ഷം കേരള നമ്പർ ആക്കിയിട്ട് കേരളത്തിൽ ഓടി നമ്പർ ആക്കി കൊടുക്കാല്ലേ? ഓണർഷിപ്പ് എത്ര തന്നെ? സിംഗിൾ ഓണറിലാണ് ഇപ്പൊ നിലവിലുള്ള സിംഗിൾ ആണ്. ഇനി മാറുമ്പോ സെക്കൻഡ് ആവുള്ളൂ. ലോൺ എത്ര കയറുന്നാല്? ഫുൾ കയറോ? ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേരിൽ മാറണം. മാറിക്കാണ്ടേ വേണമെങ്കിൽ ഫുൾ ലോൺ കയറ്റി കൊടുക്കാല്ലേ? ഫുൾ ലോൺ കിട്ടൂല. ഒരു 50 റുപ്യൊക്കെ മുടക്കേണ്ടി എന്തായാലും മുടക്കേണ്ടി വരും അല്ലേ? 13 മോഡലേ? 13 മോഡൽ അല്ലേ? അടുത്ത് വീണ്ടും ലീവ് അല്ലേ? ഇത് 13 മോഡൽ തന്നെയാണ്. ഇത് സെയിം മോഡൽ തന്നെയാണ് അല്ലേ? ബോണറ്റ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. കളർ വരുന്നുണ്ട്. കളർ. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ അതിലുള്ളത് 1.30. അത് അതില് 71,000 കാണിക്കണം. അതൊന്നും കറക്റ്റ് അല്ല കേട്ടോ. 71,000 കാണേണ്ട ജെനുവിൻ നമ്മൾ പറയില്ല. അതൊന്നും കറക്റ്റ് ആയി. റീവന്റെ ആവുമ്പോ പിന്നെ അങ്ങനെയാണല്ലേ? ഡോൾട്ടോൺ കളർ ചെയ്തല്ലേ? നമ്മൾ ചെയ്താണല്ലേ? ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കണു ഇപ്പോ? ഓണർഷിപ്പ് 3rd നിലവിലുള്ള അല്ലേ? ബോണറ്റും മെയിൻ ഗ്ലാസ് റീപ്ലേസ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ അവര് അവിടെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? നല്ലോണം ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി വണ്ടി എടുത്താൽ അതില്ലേ? ഗ്യാരണ്ടി ആണല്ലേ? എത്ര നമ്മൾ ഈ വണ്ടിക്ക് വെക്കുന്നതാല്? ഇതിന് 3.35. 15,000 കുറച്ചാണ്ട് 13 മോഡൽ 3,35,000. ലോൺ എങ്ങനെ ഫുള്ളാൻ കയറപ്പോ? ലോണ് ഫുൾ ലോണിന്റെ പരിപാടി ഇപ്പൊ ടയോട്ടന്റെ വണ്ടി ആയതുകൊണ്ട് ഒരു 50 റുപ്യൊക്കെ എന്തായാലും മുടക്കേണ്ടി വരും അല്ലേ? നല്ല പ്രൊഫൈൽ നോക്കി നമ്മൾ പറയണ്ട. മെയിനായിട്ട് ആളുകൾ വന്നാൽ മാക്സിമം പറഞ്ഞു കൊടുക്കുമല്ലോ? പറഞ്ഞു കൊടുക്കാം. കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവർക്ക് തന്നെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് എടുത്താവുന്നല്ലേ? മൈലേജ് എന്തായാലും 20 ലെവൽ കിട്ടൂലേ? 18-20 എന്തായാലും കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. വീണ്ടും ലീവാ. ഡോൾട്ടോൺ കളർ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഇല്ലുണ്ട്. ഇത് 2013. ഏത് 13? കേരള നമ്പർ ആയ വണ്ടിയാണ്. കേരള നമ്പർ ആയ വണ്ടിയാണ് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ 4th ഓണറാണ്. 4th ഓണർഷിപ്പ്. കിലോമീറ്റർ 1.55 ഇതിൽ കാണിക്കണേ. കറക്റ്റ് ആണെന്ന് നമ്മൾ ഗ്യാരണ്ടി പറയണില്ല. ജെനുവിനിറ്റി പറയില്ല. ഇല്ല. ഇത് ഡോൾട്ടോൺ ചെയ്തല്ലത്? ഡോൾട്ടോൺ ചെയ്താണല്ലേ? ഫുൾ പക്ക വണ്ടിയില്ല. ഇത് റീപ്ലേസ് ഉണ്ട്. അതിന് റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഉണ്ടാവില്ല. ഇല്ലല്ലേ? പുറത്തുള്ള ഏകദേശം മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടാവും. പിന്നെ നമ്പർ അടിച്ച് കൊടുക്കുന്ന പരിപാടി ഒന്നും നമുക്കില്ല. പോലെ പറഞ്ഞിട്ട് നമ്മളുള്ള ജെനുവിനിറ്റി ആ ലെവലിൽ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പറ്റിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഫുള്ള് ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി നോക്കിയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അറിയാത്ത നമുക്ക് പറയാം. നമ്മള് പുതിയ ആളാണ്. 1.5 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കും. ഇത് ഓപ്ഷനാ വരുന്നത്. ഇത് GD തന്നെ വരുന്നില്ലേ? വീണ്ടും ലീവാ. അതും ഡോൾട്ടോൺ കളറുള്ളത് അല്ലേ? 2012 മോഡല്. ഇത് 12 മോഡലാ. ഓപ്ഷൻ GD ഒക്കെ ആണല്ലേ? ഇതൊക്കെ GD തന്നെയാണല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ജെനുവിനിറ്റി നമ്മള് പറയില്ല. മീറ്റർ കാരണം നമ്മള് പറയുള്ളൂ. 27 കാണിക്കണേ. അത് കേരള നമ്പർ ആയ വണ്ടിയാണല്ലേ? 12 മോഡല്. ഓണർഷിപ്പ് എത്ര ഇപ്പോ? ഇത് നിലവിൽ 3rd ഓണർ. നിലവിലുള്ള അല്ലേ? വേറെ തട്ടുമുട്ട റീപ്ലേസ് എന്തെയ്യുണ്ടോ? മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറിക്കണോ? വേറെ ബോണറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. എല്ലാം കൊണ്ട് ഉഷാറാണല്ലോ അല്ലേ? എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണ്ടെന്നാല്? 3.30. 3,30,000. എന്തായാലും കുറച്ച് കൊടുക്കൂലേ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. നമ്മള് പറഞ്ഞ റേറ്റുകളൊക്കെ എന്തായാലും ഫിക്സ്ഡ് അല്ലല്ലോ? ഇത് ലിവകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ലോണൊക്കെ എത്ര കയറുമ്പോ? ലോൺ 2.5, 2.45 വരെയൊക്കെ കയറും. മാക്സിമം ലോൺ കയറും. ഒരു 10-50 രൂപ വേണം എന്തായാലും വണ്ടി ഇറക്കണമെങ്കിലേ. ഓക്കെ. പിന്നെ അടുത്ത വണ്ടി ഒരു 7 സീറ്റ് എർട്ടിഗാണ് കിടക്കുന്നില്ലേ? ഓക്കെ. എങ്ങനെയാണ് ഇത് ഡീറ്റെയിൽ ഉണ്ട്? ഇത് 2014 5 ഓണർ ആയിരുന്നു വണ്ടി. 14 5 ഓണർഷിപ്പ് ആയിക്കോളൂ. ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരള. കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? കിലോമീറ്റർ 1.40 ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് എത്ര ആയിക്കോണു ഇപ്പൊ? ഓണർഷിപ്പ് 5 ആയിരുന്നു. 5 ആയിക്കോണല്ലേ അല്ലേ? വേറെ റീപ്ലേസ് മേജർ പരിപാടി ചെറിയ റീപ്ലേസ് ഒക്കെ ഉണ്ട്. ചെറിയ ടച്ചപ്പും വൃത്തിയാക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഗ്ലാസ് 14 തന്നെയാണ്. റീപ്ലേസ് ഇല്ലാന്നൊക്കെ ഞാൻ ഷോറൂം ഹിസ്റ്ററിയിലൊക്കെ കണ്ടു. പക്ഷെ എനിക്ക് കണ്ടിട്ട് റീപ്ലേസ് ചെയ്ത മാതിരി തോന്നുന്നുണ്ട്. ഷോറൂമിൽ റീപ്ലേസ് ഒന്നും ഇല്ലല്ലേ? അപ്പൊ നമ്മളുള്ളത് പറയണം. അതാണ് മെയിൻ ആയിട്ട്. വേറെ പണി കാര്യങ്ങളും ചെക്ക് ചെയ്തോളി. ഷോറൂമില് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഒന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ കണ്ടിട്ട് മാറ്റമാരാണ് തോന്നുന്നുണ്ട്. അത് നമ്മൾ അത്ര ഗ്യാരണ്ടിയിൽ പറഞ്ഞല്ലേ? 3.80 കൊടുക്കാം നമുക്ക് ലാസ്റ്റ്. 3,80,000 രൂപ. എത്ര 12 വണ്ടിന്റെ വില കേട്ടോ. 12 വണ്ടിന്റെ വിലക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കണ്ടല്ലേ? അന്വേഷിച്ചാ അറിയാം. നമ്മള് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വീട് ഇട്ടപ്പോ തന്നെ ഏകദേശം എല്ലാവർക്കും അറിയാലോ. വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ഒരു മാർക്കറ്റ് ആയതോ ഒരു കടയിലല്ലോ, എല്ലാ കടയിലും ഒരു നോക്കും. മാർക്കറ്റ് പഠിച്ചിട്ട് വന്നാൽ മതി. ലോൺ എത്ര കയറും തന്നെ?
ലോൺ ഏകദേശം ഫുള്ള് ഗ്യാരണ്ടിയാണ്. ഒരു 3-3.5 കയറും. മാക്സിമം ലോൺ കയറും. പൈസ വേണ്ടല്ലേ, പണം ഇല്ലാതെ ഇറക്കാം. നല്ല പ്രൊഫൈലുള്ളവർക്ക് വേറെ ചെറിയ പണികളൊക്കെ ഒന്ന് എടുപ്പിച്ച് വൃത്തിയാക്കാണ്ട്. ടച്ച് ചെയ്തൊന്ന് ക്ലിയർ ആക്കാനൊക്കെ ഉണ്ടല്ലോ. 12 വണ്ടി 3.5 വെക്കുന്നത്. 3.50 എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാലോ. പുതിയ ഇൻഷുറൻസ് കൊടുക്കാം. 7 സീറ്റ് വണ്ടി ഫുൾ ഓൺ കൊടുക്കും ചെയ്യാം. അത് കാര്യം കൊടുക്കാം. അടുത്ത വണ്ടി പിന്നെ ചെറുവണ്ടിയാണല്ലേ, ഒരു സാൻഡ്രോ. വണ്ടിയാ, നല്ല വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടി. മെയിൻ ക്ലാസ് റീപ്ലേസ്, വേറെ മേജർ വിഷയങ്ങളൊന്നുമില്ല. എത്ര മോഡലുണ്ട്? ഒറിജിനൽ കേരള 12 മോഡല്. 12 മോഡല്. ഓപ്ഷൻ പിന്നെ ചോദിക്കണോ? ഓണർഷിപ്പ് 3rd. ഓപ്ഷൻ ഏതാ? ഓപ്ഷന് പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ അങ്ങനെ തന്നെയാണ് അല്ലേ. കിലോമീറ്റർ കാര്യങ്ങൾ എത്ര തന്നെ? കിലോമീറ്റർ 1.15 ഓടിക്കണ്ടല്ലേ? അല്ലല്ല 66,000. സോറി 66,000 കിലോമീറ്റർ ആകെ ഓടിക്കുന്നുണ്ട്. അതെ, ഇതില് കാണിക്കണ അതാണ്. വണ്ടിന്റെ കോലം കണ്ടിട്ട് അത്ര ഓടിയിട്ടുണ്ടാവുള്ളൂ അല്ലേ. ചെറിയ വില തന്നെ, ചെറിയ വണ്ടി. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണേ? 1.60 ചോദിക്കണം. 1,60,000 എന്തെങ്കിലും കുറവുണ്ടാവുമല്ലോ. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇൻഷുറൻസ് പുതിയ അടുത്തുണ്ട്. ഫുള്ള് പുതിയ ഇൻഷുറാണ്. എടുത്ത് 4 ദിവസമായിട്ടുള്ളൂ അല്ലേ. അപ്പൊ എടുക്കുന്നവർക്ക് പുതിയ ഇൻഷുറിൽ കൊണ്ടുപോകാം. അതെ, ഇതൊരു ലിവ കൊണ്ടായ കസ്റ്റമർ കൊടുവള്ളിക്കാരങ്ങളെ വീഡിയോ കണ്ടാണ്ട് ലിവ കൊണ്ടായ പോലെ എക്സ്ചേഞ്ചിൽ വന്ന വണ്ടി. അങ്ങനെ എന്താണല്ലേ, ലിവ കൊണ്ടുപോയിക്കാണ്ട് ഈ സാൻഡ്രോ കേക്കട തന്നു. അങ്ങനെ ഉണ്ടായതാണല്ലേ, എക്സ്ചേഞ്ചിൽ വന്നാണ്. ലോൺ കയറില്ലല്ലോ, റെഡി ആയി 12 മോഡലല്ലേ. ലോൺ കയറുമല്ലോ അല്ലേ. ഒരു 10-50 റുപ്യാണോ? 50-60 റുപ്യൊക്കെ മണിക്കാ ലോൺ വണ്ടി ഇറക്കാമല്ലേ. എത്ര മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ? മൈലേജ് നമുക്ക് അറിയില്ല, 15 കിട്ടും പറഞ്ഞേക്കാം. പെട്രോൾ ആകുമ്പോ അങ്ങനെ പറയാലല്ലേ. ഓക്കെ. പിന്നെ അടുത്ത വണ്ടി ഒരു ഇത്യോസ് സഡാൻ വണ്ടി അല്ലേ, അൾട്ടിസ് GL. ഹെഡ്ലൈറ്റ് വാഷർ അടക്കം വരുന്ന വണ്ടി. ഹെഡ്ലൈറ്റ് വാഷർ അടക്കം വരുന്ന വണ്ടി. പെട്രോൾ ആയിക്കാറപ്പോ? പെട്രോൾ. ഇന്നാൾ നിങ്ങൾ കണ്ട വണ്ടി വീഡിയോ വന്നിട്ട് ഒരു ടീം കൊണ്ടുപോയി നമ്മൾ CNG കയറ്റി കൊടുത്തു. അത് നിങ്ങൾ ചെയ്തെടുത്തോ? അതേ കളറുള്ള ഒരു വണ്ടി. അത് വേറെ ഒന്നാണ്, വേറെ വണ്ടിയാണ്. ആ വണ്ടി CNG 55,000 റുപ്യ CNG കയറ്റാന് നിങ്ങൾ കയറ്റി കൊടുത്തു. ഒരു 100 റുപ്യക്ക് ഏകദേശം 20 കിലോമീറ്റർ ഓടും. പെട്രോൾ മൈലേജും കിട്ടുമല്ലോ അല്ലേ, CNG കയറ്റിയല്ലോ. ഓക്കെ. 55 റുപ്യക്ക് CNG നമുക്ക് കയറ്റി കൊടുക്കും ചെയ്യാലല്ലേ. എല്ലാം നമ്മൾ ചെയ്തെടുക്കും. ആളുകൾ വന്നാ മതില്ലേ. ഇത് 2,40,000 ചോദിക്കേണ്ട റേറ്റ്. നമ്പർ ആക്കിയിട്ട് NOC ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ പേര് നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ ആക്കിയിട്ട് 2,40,000 റുപ്യക്ക് അല്ലേ. എല്ലായിടത്തും പഠിച്ചോളി, റേറ്റ് പഠിച്ചോളി. ഈ റേറ്റ് അവിടെ ഉണ്ടോ നോക്കിയിട്ട് വന്നാൽ മതി. റേറ്റ് നല്ല നോക്കി അന്വേഷിച്ച് ഉറപ്പിച്ചിട്ട് വന്നാൽ മതി. എത്ര ഗ്യാരണ്ടി ആണല്ലേ. ഈ കുറവില് വേറെ ആരും കിട്ടൂല, നമുക്ക് ഗ്യാരണ്ടി പറയാം. അതെ, അതാണ് ഗ്യാരണ്ടി. 2,40,000 റുപ്യക്കാണ് കേരള നമ്പർ ആക്കിയിട്ടാണ് വണ്ടി കൊടുക്കേണ്ടത്. സെഡാ വണ്ടി, പുതിയ ടാക്സ്, പുതിയ ഇൻഷൂർ, പുതിയ റിന്യൂവൽ. 2028 ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി. 28 വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ്. പേപ്പർ എടുത്തു കൊടുക്കും. നമ്മൾ കൊടുക്കൂല, എടുത്തിട്ട് റോഡ് കൊടുക്കുള്ളൂ. പേപ്പർ ആയിട്ടുണ്ട്, RT ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. 4 ദിവസം കൂടെ നമ്പർ ആവും. ഫാൻസി നമ്പർ വണ്ടിയിൽ പെട്ടെന്ന് വിളിച്ചാൽ ഫാൻസി നമ്പർ കൊടുക്കും ചെയ്യും. അങ്ങനെ കിട്ടുമല്ലോ അല്ലേ. ചില ചില്ലാനം കൊടുക്കേണ്ടി വരും. ഒരു 3,000 റുപ്യ എടുത്ത് നല്ല നമ്പർ കിട്ടും. നല്ല ഫാൻസി നമ്പറും കിട്ടും. നമ്മൾ പറഞ്ഞ നമ്പർ കിട്ടുമോ? കിട്ടും. നമ്മൾ പറഞ്ഞ നമ്പർ വില കൂടിയ നമ്പർ ഉണ്ട്. ഒന്നിനൊക്കെ 1.5 ലക്ഷമാണ്. അല്ല, മമ്മൂട്ടിന്റെ നമ്പർ ഒന്നും വേണമെന്ന് പറയരുത്. അതെ. അടുത്ത വണ്ടി ഇത്യോസില്ല, സഡാ വണ്ടിയാണ്. വീണ്ടും 2012 ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. 3ാമത്തെ ഓണർ എത്തിയോസ്. GD SP ആണത്. GD ആണല്ലേ. SP തന്നെ അല്ലേ. സിംഗിൾ എയർ ബാഗ് വരുന്നുള്ളൂ. എയർ ബാഗ് അല്ലല്ലോ അല്ലേ. കിലോമീറ്റർ കാര്യങ്ങൾ എത്ര? 1,30 ഇതിൽ കാണിക്കണത്. ജനുവിറ്റി നമ്മൾ പറയോ? ജനുവിറ്റി സർവീസിൽ 1,15, 1,10 ഉള്ളൂ. പക്ഷെ ഇതിന്റെ കോലം കണ്ടിട്ട് കുറച്ച് ഓടിയ മാതിരി തോന്നുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ പറ്റിച്ചിട്ട് കാര്യമില്ല. അതെ, നമ്മൾ ഉള്ള മാതിരി പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നോട് ചെക്ക് ചെയ്തോളൂ. സർവീസ് ഹിസ്റ്ററി ഞാൻ ചെക്ക് ചെയ്താണ് കമ്പനിയില്. 1,10 എത്ര ഉള്ളൂ. 1,30 ഉള്ളത് നിലവിലുള്ളത്. കോലം കണ്ടിട്ടേ ഓടിയമാരാണ്. ചെറിയ തിരുമാരി നടന്നുകൊണ്ടാണ് സംശയമുണ്ട്. ഒരു ഡൗട്ട് മാത്രമാണ്. നമ്മൾ ആളെ പറ്റിക്കണ്ടല്ലോ. അതെ, നമ്മൾ മാതിരി പറഞ്ഞതാണ്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ഇത് 3,500 റുപ്യ ചോദിക്കണുള്ളൂ. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 3.5 ലക്ഷം ചോദിച്ചാണ് കുറച്ച് കൊടുക്കും ചെയ്യും. 57 3ാമത്തെ ഓണർ ഒറിജിനൽ കേരള വണ്ടിയാണ്. 40-19 നമ്പർ വരുന്നുണ്ട്. ലോണൊക്കെ എത്ര കയറുന്നാല്? ലോണ് കേരള ആയതുകൊണ്ട് ഒരു 3 റുപ്യ 2.25 കയറും. മാക്സിമം ലോൺ കയറും. 50 റുപ്യ ഇറക്കാൻ പറ്റുമോ? അതെ. നോക്കാം, നമുക്ക് മാക്സിമം നോക്കാം. പ്രൊഫൈലിനനുസരിച്ചാണ് പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 2 കൊമ്പഞ്ചാജ് സാധനം കിടക്കുന്നുണ്ട്. ഫോർച്യൂണർ എങ്ങനെ ഡീറ്റെയിൽ ഉണ്ട്? ഇത് നാളെ നമ്മള് വീഡിയോയിലിട്ട് ഒരു വണ്ടി കൊടുത്തു. 2ാമത്തെ വണ്ടിയാണ്. 2ാമത്തെ ഫോർച്യൂണർ ആണ്. അതെ, ചാവക്കാട് നിന്നിട്ട് അവര് കൊണ്ടുപോയി. ഫിക്സഡ് പ്രൈസ് ആണ് അത്. 13,75. 2014 ഓട്ടോമാറ്റിക്. 14 ഓട്ടോമാറ്റിക് ആണ് ഇതില്. കൊണ്ടോട്ടിക്ക് NOC ഇഷ്യൂ ആയിട്ടുണ്ട്. അവിടെ ഫാൻസി നമ്പർ വണ്ടിയിൽ ഒരു ആഴ്ച 3 ദിവസം കൊണ്ടൊക്കെ വിളിക്കുകയാണെങ്കിൽ ഫാൻസി നമ്പർ കിട്ടും. ഫാൻസി നമ്പർ അങ്ങനെ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ. എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കാം. നിലവിൽ സിംഗിൾ ഓണർ ആണ്. ഇനിയിപ്പോ നമ്പർ ആകുമ്പോ സെക്കൻഡ് ഓണർ ആവും. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ. പിന്നെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ ഇതിലുള്ളത് 1,40 ആണ്. അത് കറക്റ്റ് അല്ല. 1,40,000 ആണ്. അത് കറക്റ്റ് ആവില്ല. റീവണ്ടി പിന്നെ അങ്ങനെയാണല്ലോ. സ്റ്റാറിംഗ് ഒക്കെ കണ്ടിട്ട്
അതിലേറെ ഓടിയ മാരാണ്. ഒരു 2ന്റെ മേലെ ഓടി ഉണ്ടാവും. ടയോട്ട 5-6 ലക്ഷം ഓടിയാലൊന്നും വരാല്ലോ. ഒന്നും ഒരു കുലുങ്ങൂല. ഇല്ല, അതാണ് പറയുന്നത്. ഇതിന് വേറെ റീപ്ലേസ് കാര്യങ്ങൾ ഗ്ലാസ് ഉണ്ട്. റീപ്ലേസ് മെയിൻ ഗ്ലാസ് അല്ല, വേറെ പറയേണ്ട ആവശ്യമില്ല. ഒരുവിധം പുറത്തുനിന്ന് ഡൽഹി വണ്ടികൾക്കൊക്കെ അവിടെ വരും. മെയിൻ ആയിട്ട് അങ്ങനെ വരുമല്ലോ അല്ലേ? ഓക്കെ. വേറെ മേജർ പരിപാടിയൊന്നുമില്ല. എത്ര ചോദിക്കണായിട്ട് തന്നെ 13.75. ആ റേറ്റിന് നാളത്തെ മറ്റേ വണ്ടി കൊടുത്തത് 3 ഓണറായിരുന്നു. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ചാവക്കാടുള്ള ആള് 13.75 ഫിക്സഡ് പ്രൈസിന് തന്നെ കൊണ്ടുപോയി റെഡി ആയിക്കാണ് കൊണ്ടുപോയില്ലേ? അതെ അതെ. ഇതിപ്പോ അടുത്ത വണ്ടി ഇത് സിംഗിൾ ഓണറാണ്. ഓട്ടോമാറ്റിക് ആണ്. 2013 മോഡൽ ഓട്ടോമാറ്റിക്. റേറ്റിന് 13.75 ഉണ്ട്. ഒരു 13.75, 13.40, 13.5 ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അത്ര ഗ്യാരണ്ടി. 14 വണ്ടി 13.4, 13.40 ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും ചെയ്യാലോ. ചെറിയ പൈസ 30,000 റുപ്യ മാറ്റുള്ളൂ. 14 ലക്ഷം റുപ്യന്റെ വണ്ടി മേലെ പറയുന്നത്. അതാണ്. പിന്നെ ലോണൊക്കെ എത്ര കയറും? ലോണ് 10-11 ലക്ഷം ഒക്കെ കയറും. മാക്സിമം കയറും. എന്തായാലും ഒരു 1-2-3 റുപ്യന്റെ അടുത്ത് വേണം. ചിലപ്പോ ഫുള്ളും കയറും. പ്രൊഫൈല് റെഡി ആക്കി 10 ലക്ഷത്തിന് മേലുള്ള ആൾക്കാർ ലോൺ ചോദിക്കുമ്പോ ഈ ഫോണിൽ എല്ലാ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാല് വാട്സപ്പിൽ ഒരു അയച്ചാൽ മതി. നമ്മളെ കാറ്റലോഗ് വരും. അതിൽ നോക്കിയിട്ട് 10 ലക്ഷത്തിന്റെ മേലുള്ള ലോൺ എടുക്കണമെങ്കിൽ ഇൻകം ടാക്സ് വേണം. അതാണ് IT അടിച്ച ഇത് വേണം. പിന്നെ നല്ല ബാങ്കിങ് വേണം. വല്ലാതെ ഫുൾ ഓൺ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. ഒന്നും വിചാരിക്കരുത്. ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ടാണ് നമ്മളുള്ള കാര്യം പറഞ്ഞു. ആൾക്കാർ കുറച്ചൊന്നും ഇൻകം ടാക്സ് അടിച്ച് IT റിട്ടേൺ ചെയ്ത ആൾക്കാരാണെങ്കിൽ 10 ലക്ഷത്തിന്റെ മേലെ കിട്ടുള്ളൂ. മാസത്തിൽ ഒരു 60-70,000 റുപ്യ ഇങ്ങനെ ട്രാൻസാക്ഷൻ കയറി ബാങ്കിൽ ഇങ്ങനെ ഒന്ന് പോകണം. നമുക്ക് ഇത് അടക്കാൻ കഴിയുന്ന ബാങ്കിന് തോന്നണം. തരുള്ളൂ. അല്ല നമ്മളെ കുറ്റം പറഞ്ഞിട്ട് വണ്ടിന്റെ പ്രശ്നം കൊണ്ടല്ല, ആളുകളെ പ്രശ്നം പ്രൊഫൈലാണ് മെയിൻ ആയിട്ട്. അടുത്ത വീണ്ടും ഫോർച്യൂണർ. ഇതെങ്ങനെ? ഇത് 12 ഓട്ടോമാറ്റിക്. ഇത് 12 ഓട്ടോമാറ്റിക്. ഓക്കെ. ഇത് 11.5 ലക്ഷം റുപ്യ കൊടുക്കാം. 12 ഓട്ടോമാറ്റിക് 11.5 ലക്ഷം റുപ്യക്ക്. 11 റുപ്യക്ക് ആയിരത്തി ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും ചെയ്യും. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? എങ്ങനെ നമ്മൾ ചെയ്യൂലേ? ഇങ്ങോട്ട് എടുക്കണേ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യും, അങ്ങോട്ട് കൊടുക്കണേ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുമല്ലോ അല്ലേ? ഇതൊക്കെ പാർക്ക് ആൻഡ് സെയിൽ വണ്ടി ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ വില കുറച്ച് കൊടുക്കുന്നത്. പാർക്ക് ആൻഡ് സെയിലാണ് മെയിൻ ആയിട്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട്. കുറെ ഡീലർമാരൊക്കെ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കാം എങ്ങനെ ഇങ്ങനെ വില കുറച്ച് കൊടുക്കാം. നമുക്ക് 5000 കിട്ടി നമുക്ക് കൊടുക്കാലോ. ചെറിയ ലാഭം മതിയല്ലോ. പാർക്ക് ആൻഡ് സെയിൽ ആവുമ്പോ പിന്നെ അങ്ങനെയാണല്ലോ. 2 സ്റ്റാഫ് ഉണ്ടല്ലോ. അതെ. ഓലെ ശമ്പളവും നമ്മളെ വാടകയും പിന്നെ മാസം നമുക്ക് കഞ്ഞിടിച്ചു പോകാൻ ചെറിയൊരു ഇതും അത്ര ചെറിയൊരു തൊഴിൽ കിട്ടിയാൽ മതിയല്ലേ? എന്നാ നമ്മള് കൊടുക്കും. 12 ഓട്ടോമാറ്റിക് ആണ്. മാക്സിമം ലോൺ ഇത് ഫുള്ളാ കയറുമോ? അതേപോലെ 11-10 ലക്ഷം ലോണും കിട്ടും. 10 ലക്ഷം വരെ മാക്സിമം ലോൺ കയറും. പിന്നെയും പറയാണ് 11 ലക്ഷം റുപ്യക്ക് ആരടുത്തുണ്ടെങ്കിൽ വീഡിയോ കാണാൻ അത്രക്ക് കിട്ടും ഇത്രക്ക് കിട്ടും പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഓലോടാ പറയണ നിങ്ങൾ 11 ലക്ഷത്തിന് വണ്ടി ഉണ്ടെങ്കിൽ കൊടുന്നോളി നമ്മൾ എടുത്തോളാം. അത്ര ഗ്യാരണ്ടി ആണ്. കമന്റിൽ പറയണ്ടല്ലോ അത്രക്ക് കിട്ടും അവിടെ അത്രക്ക് കിട്ടുന്നുണ്ടല്ലോ. 11 ലക്ഷം റുപ്യക്ക് വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. 11 റുപ്യ പറയണത്. 11 ലക്ഷം റുപ്യ ഇങ്ങോട്ട് എടുത്താണ്ട് 14 ലക്ഷം റുപ്യ കൊടുക്കും. ചെറിയ ലാഭം മതി. ചെറിയ പൈസ അങ്ങോട്ട് കൊണ്ട് വരുമ്പോ കച്ചവടത്തിൽ എന്തെങ്കിലും അങ്ങോട്ട് കൊണ്ട് എന്തെങ്കിലും കുറച്ചൊക്കെ വേറെ പിന്നെ ഇതിന് എന്ത് തേങ്ങ കിട്ടണമെന്ന് അറിയാലോ. കുറെ ആൾക്കാർക്ക് അറിയാം, കാര്യങ്ങൾ അറിയാലോ അല്ലേ? 11 റുപ്യക്ക് എടുക്കും പറഞ്ഞാൽ എടുക്കും. നിങ്ങൾ കൊണ്ടോളി. അങ്ങനെ പറഞ്ഞ വണ്ടി ഇവിടെ ഒരു വണ്ടിതാ 12 വണ്ടി നമ്മൾ 5 RV കൊടുത്ത വണ്ടി 5 RV നമ്മൾ 5.5 എടുക്കും പറഞ്ഞില്ലേ? അങ്ങനെ വന്ന വണ്ടിയാണ് നമ്മൾ എടുത്താണല്ലേ? 5 RV നമ്മൾ അന്ന് കഴിഞ്ഞ പറഞ്ഞ വീഡിയോ 5 RV കൊടുത്ത വണ്ടി 5.5 എടുക്കോ ചോദിച്ച ഒരാൾ വന്നു നമ്മൾ എടുത്തതാ. 12 മോഡൽ G4 എടുത്തല്ലേ? ഓക്കെ. നമ്മള് വീഡിയോയിൽ കാണും. അതെ. ഓക്കെ. ഇനി അടുത്ത പിന്നെ ഇന്നോവന്റെ ചാകര പറഞ്ഞിട്ടോ. അപ്പൊ ഈ ഫോർച്യൂണർ കഴിഞ്ഞു. എന്നാലും ഒരു മൈലേജ് എത്ര കിട്ടൂത്? മൈലേജ് ഫോർച്യൂണർ ഒന്നും ചോദിക്കണ്ട, ഒരു 10 ആ ലെവലിൽ മൈലേജ് ഓട്ടോമാറ്റിക് 10 കിട്ടുള്ളൂ. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ അതിന്റെ ചെയ്യണം. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.